നിങ്ങൾക്ക് ചെയ്യുവാൻ കഴിയുന്ന സഹായം അത് ലഭിക്കുവാൻ അർഹതയുള്ളവർക്ക് നിഷേധിക്കരുത് എന്ന സുഭാഷിതത്തിൽ വളരെ സുന്ദരമായ ഒരു വചനമുണ്ട്. സുഭാഷിതത്തിൻ്റെ 3-ാം അധ്യായം 27-ാമത്തെ വചനമാണത്. അതിൻ്റെ തുടർച്ചയിൽ വളരെ മനോഹരമായ ഒട്ടനവധി സന്ദേശങ്ങൾ നൽകുന്ന വചനങ്ങൾ സുഭാഷിതത്തിലുണ്ട്. നമുക്ക് ചെയ്യുവാൻ പറ്റുന്ന സഹായങ്ങൾ അത് ലഭിക്കുവാൻ അർഹതയുള്ളവർക്ക് നിഷേധിക്കുന്ന ചില ഇടങ്ങൾ നമ്മളുടെ ഓരോരുത്തരുടെയും അനുദിന ജീവിതത്തിൽ ചിലപ്പോൾ സംഭവിച്ചേക്കാം. നമ്മോട് ഇടപെട്ടുകൊണ്ടിരിക്കുന്ന എത്രയോ ആളുകളാണ് നമ്മുടെ ഒരു നല്ല വാക്കിനു വേണ്ടി, ഒരു നോട്ടത്തിന് വേണ്ടി, സ്നേഹപൂർവമായ ഒരു പ്രോത്സാഹനത്തിന് വേണ്ടി കാത്തിരിക്കുന്നത്. ഈ അടുത്ത നാളിൽ കൊച്ചിയിൽ നടന്ന കാഴ്ച പരിമിതിയുള്ളവരുടെ അന്തർദേശീയ ഫുട്ബോൾ മത്സരം അതിൻ്റെ സംഘാടന സമിതിയിൽ അംഗമായതുകൊണ്ട് അതിൽ പങ്കെടുക്കുവാൻ അവസരമുണ്ടായി. കാഴ്ച പരിമിതിയുള്ളവർ, ബ്ലൈൻഡ് എന്ന് നമ്മൾ വിളിക്കുന്നു അവരെ, അങ്ങനെ വിളിക്കരുത് എന്ന് നമ്മൾ പറയുമ്പോഴും ബ്ലൈൻഡ് ഫുട്ബോളാണ്. കാഴ്ചയില്ലാത്തവർ ഒരുമിച്ച് ഫുട്ബോൾ കളിക്കുന്ന ഒരു സംഭവം ഒന്ന് മനസ്സിൽ കരുതി നോക്കുക. കണ്ണടച്ച് ഒരു മിനിറ്റ് മുന്നോട്ട് നടക്കുവാൻ നമുക്ക് പലപ്പോഴും പറ്റില്ല. കണ്ണടച്ചൊന്ന് ചിന്തിച്ച് നോക്കിയാൽ പോലും നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല. അത്തരത്തിൽ ഉള്ള ഒരവസരത്തിൽ കാഴ്ചയില്ലാത്തവർ എങ്ങനെ ഫുട്ബോൾ കളിക്കും? എന്നാൽ ഇന്ത്യക്ക് അതിൻ്റെ ടീമുണ്ട്, മലേഷ്യയ്ക്ക് ടീമുണ്ട്, മറ്റ് പല രാജ്യങ്ങൾക്കും കാഴ്ചയില്ലാത്തവർക്ക് ടീമുകളുണ്ട്. ആരാണ് ഇവരുടെ പുറകെ കാഴ്ചയില്ലാത്തവരെ കളിക്കാരാക്കുവാൻ നടക്കുന്നത്? കൊച്ചിയിൽ അതിനുവേണ്ടി ഒരു സംഘടന തന്നെയുണ്ട്. സൊസൈറ്റി ഫോർ റീഹാബിലിറ്റേഷൻ ഓഫ് വിഷ്വലി ചലഞ്ച്, SRVC എന്ന് പറയുന്ന സംഘടനയുടെ സാരഥികൾ ശ്രീ MC റോയിയും സുനിലുമാണ്. ഇതിൽ സുനിലാണ് കാഴ്ചപരിമിതി ഉള്ളവരുടെ ഫുട്ബോൾ മേള നടത്തുന്നതും ഇന്ത്യൻ ടീമിൻ്റെ കോച്ചും. ആ കാഴ്ചകൾ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ അറിയാതെ മനസ്സിലേക്ക് വല്ലാത്തൊരു വിഷമം ഇങ്ങനെ നുരഞ്ഞു കയറുന്നത് എനിക്ക് മാത്രമല്ല, ഞാൻ ചുറ്റും നോക്കിയപ്പോൾ എൻ്റെ ചുറ്റുപാടും ഇരിക്കുന്ന ആളുകൾക്കെല്ലാം ഇത് തന്നെ അനുഭവപ്പെടുന്നുണ്ട്. ബോളിനകത്ത് കേൾക്കുന്ന സ്വരം കൃത്യമായി പിന്തുടർന്നുകൊണ്ട് ഗോൾ പോസ്റ്റിലേക്ക് പാഞ്ഞു പോകുന്ന കാഴ്ചയില്ലാത്തവൻ്റെ ഓട്ടം, അത് കാഴ്ചയില്ലാതെ ഒരടി പോലും മുന്നോട്ട് നടക്കുവാൻ സാധിക്കില്ല എന്ന് വിചാരിക്കുന്ന നമ്മളെക്കാൾ വേഗത്തിൽ ഓടുന്നു. ഓട്ടത്തിനിടയിൽ പലപ്പോഴും കൂട്ടിമുട്ടുന്നു, ഇടിച്ചു വീഴുന്നു, എങ്കിലും എഴുന്നേറ്റ് വീണ്ടും കുതിക്കുന്നു. എന്തൊരാവേശമാണ് അവരുടെ മുഖത്ത്! അത്തരത്തിൽ കാഴ്ചയില്ലാത്ത ആളുകൾ നടത്തുന്ന ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളെ ചുക്കാൻ പിടിക്കുന്നവരുടെ മനസ്സിൽ എന്ത് വികാരമാണുള്ളത്? നമുക്ക് ചെയ്യുവാൻ കഴിയുന്ന സഹായങ്ങൾ അത് അർഹതയുള്ളവർക്ക് ലഭിക്കുവാൻ അവകാശമുണ്ട് എന്നുള്ള തിരിച്ചറിവാണ് ഇത്തരത്തിലുള്ള സത്ക്രിയകൾ ചെയ്യുവാൻ അവരെ പ്രേരിപ്പിക്കുക. അത് കാണുന്ന ആളുകൾക്ക് എത്രമാത്രം വലിയ പ്രചോദനമാണ് അത് നൽകുക എന്നറിയുക. അത്തരത്തിലുള്ള ഓരോരോ പ്രവർത്തനങ്ങൾ കാഴ്ചപരിമിതിയുള്ളവരുടെ ഫുട്ബോൾ മേള മാത്രമല്ല, അവരുടെ ഗാനമേളയും ഒരു നോട്ട്സ് പോലും, ഒരു നൊട്ടേഷൻ പോലും നോക്കാതെ എത്ര പാട്ടുകളാണ് ഒരുമിച്ചിരുന്ന് കീബോർഡിസ്റ്റും വയലിനിസ്റ്റും ഫ്ലൂട്ടിസ്റ്റും തബലിസ്റ്റും എല്ലാം ഒരുമിച്ച് ചേർന്ന് ഒരേ മൂഡിൽ ഒരു ഓർക്കസ്ട്ര സംഘടിപ്പിക്കുക. നമുക്കില്ലാത്ത എത്രയെത്രയോ കഴിവുകളാണ് കാഴ്ച പരിമിതി ഉള്ളവർക്ക് ദൈവം നൽകുന്നത്. അത് അവരുടെ കഴിവുകൾ ഏകോപിപ്പിക്കുവാൻ ഒരു നല്ല മനസ്സ് മാത്രം നമുക്ക് മതി എന്നുള്ള തിരിച്ചറിവിൽ നിന്നുമാണ് ഇത്തരത്തിലുള്ള മേളകൾ നന്മയുടെ വലിയ ഉത്സവങ്ങളായി മാറുന്നത്. ഇന്ന് കാവ്യാമൃതത്തിൽ നമ്മൾ കേൾക്കുന്ന ഗാനങ്ങൾ ഇത്തരത്തിൽ നന്മയുടെ ഉത്സവങ്ങളോട് ചേർന്ന് നിൽക്കുവാനും അത്തരത്തിലുള്ള നല്ല വാർത്തകൾക്ക് ചെവിയോർക്കുവാനും നമ്മളെ പ്രേരിപ്പിക്കും. കാരുണ്യവർഷം സമാപിക്കുന്ന അവസരങ്ങളിൽ കരുണയുടെ മനസ്സ് സമാപിപ്പിക്കുവാൻ നമ്മിൽ നിന്ന് മറ്റുപോകുവാൻ പരിശുദ്ധ പിതാവ് ആഗ്രഹിക്കുന്നില്ല.
കരുണയുടെ മനസ്സ് തുടരുകയാണ്. അത് കഴിഞ്ഞ വർഷവും തുടർന്നിരുന്നതാണ്. ഒരു വർഷത്തേക്ക് വേണ്ടി മാത്രം നമ്മളാരും കരുണയുടെ മനസ്സ് സൂക്ഷിക്കുന്നില്ല. ഇന്ന് ഈ കാവ്യാമൃതത്തിൻ്റെ ഗാനങ്ങൾ ഈ എപ്പിസോഡിൽ നമ്മൾ കേൾക്കുമ്പോൾ നമ്മുടെ മുമ്പിൽ നമ്മിൽ നിന്നും ലഭിക്കുവാൻ അർഹതയുള്ള നന്മകൾക്ക് വേണ്ടി കാത്തു നിൽക്കുന്ന ആളുകളുടെക്ക് നമ്മുടെ ഹൃദയം തുറന്നു കൊടുക്കുവാൻ ഇടയാകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നല്ല ആശംസകളോടുകൂടി കാവ്യാമൃതത്തിൻ്റെ ഈ പുതിയ എപ്പിസോഡിലേക്ക് ഏവരെയും ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. ഈശോയുടെ തിരുഹൃദയം എത്രയോ കാലങ്ങളായി കോടാനുകോടി ക്രൈസ്തവരുടെ അഭയകേന്ദ്രമാണ്. വേദനകൾ തലോടി മാറ്റും ദേവ, ശ്രീയേശു ദേവ എന്ന് സെലിൻ പാടുമ്പോൾ ആ പാട്ടിൻ്റെ ഈണങ്ങൾക്ക് പിന്നിൽ യേശുവിൻ്റെ ഹൃദയത്തോട് ഒട്ടി നിൽക്കുന്ന ഒരു ഭക്ത മനസ്സുണ്ട്. ഒരു കൈത്തണലിന് വേണ്ടി ജീവിതത്തിൻ്റെ ഏതെങ്കിലുമൊക്കെ അവസരങ്ങളിൽ നമ്മൾ കൊതിച്ചിട്ടുണ്ട്. കൂടെയുള്ളവരൊക്കെയും നമ്മളെ താങ്ങാതിരിക്കുന്നത് നമ്മൾ പരാധീനതയിലാണ് എന്ന് തിരിച്ചറിയുമ്പോഴാണ് പലപ്പോഴും. നമുക്കൊരു കുഴപ്പവുമില്ലെങ്കിൽ എല്ലാവരും നമ്മളെ പിന്തുണയ്ക്കുവാനുണ്ട്. മറിച്ച് നമുക്ക് എന്തെങ്കിലും ഒരു പ്രശ്നമുണ്ടായാൽ ആരും പലപ്പോഴും നമ്മളെ പിന്തുണയ്ക്കുവാനുണ്ടാവില്ല. ഇത് ഒരു ലോകത്തിൻ്റെ ഗതിയാണ്, അല്ലെങ്കിൽ ലോകത്തിൻ്റെ ഒരു സത്യമാണ്. പലപ്പോഴും നമുക്ക് അത് ഓർമ്മയുണ്ടാവും. നമ്മുടെ ജീവിതത്തിൽ തന്നെ ധാരാളം അനുഭവം ഉണ്ടാവും. നമ്മൾക്ക് വേദനിക്കുന്ന സമയത്ത് ആരെങ്കിലുമൊക്കെ നമ്മളെ ഒന്ന് സാന്ത്വനിപ്പിക്കുവാൻ, ഒരു വാക്ക് പറയുവാൻ അടുത്തുണ്ടായിരുന്നെങ്കിൽ എന്ന് ഓർമ്മിക്കുമ്പോൾ സമയത്ത് പലപ്പോഴും ആളുണ്ടാവില്ല. അങ്ങനെയുള്ള അവസരങ്ങളിൽ യേശുവിൻ്റെ ഹൃദയത്തോട് ചേർന്ന് നിൽക്കുന്ന ഒരാൾക്ക് വേദനകളെ തഴുകി തലോടുന്ന അവിടുത്തെ തിരുഹൃദയത്തിൻ്റെ ആ തിരുരക്തത്തിൻ്റെ ഒഴുക്ക് തങ്ങളുടെ ജീവിതത്തിലേക്ക് തിരിച്ചുവിടുവാൻ കരുത്തു നൽകുന്ന ഒരു ഗാനമാണ് നാം ഇപ്പോൾ കേൾക്കുവാൻ പോകുന്നത്. മരുഭൂമിയിൽ ഒരു തണൽ തേടി നിൽക്കുന്ന ഒരു മനുഷ്യാത്മാവ്, ആ മനുഷ്യൻ്റെ ആത്മാവിൻ്റെ ഗദ്ഗതങ്ങൾ ദൈവത്തെ കണ്ടെത്തുവാൻ ഏതൊരുവൻ്റെ ഉള്ളിലുമുള്ള സ്വാഭാവികമായിട്ടുള്ള ഒരവസ്ഥയാണത്. മരുഭൂമി അനുഭവങ്ങൾ നമുക്കെല്ലാവർക്കുമുണ്ട്. മരുഭൂമിയിൽ നിൽക്കുമ്പോഴാണ് നമ്മൾ പലപ്പോഴും ജീവിതത്തിൻ്റെ പച്ചപ്പിനെക്കുറിച്ചും കഴിഞ്ഞുപോയ നല്ല നാളുകളെക്കുറിച്ചും ഒക്കെ ഓർമ്മിക്കുക. സെലിൻ ഈ പാട്ട് പാടുമ്പോൾ നമ്മളുടെ ഓർമ്മകളിൽ നൊമ്പരങ്ങളും ഗദ്ഗതങ്ങളും കൂടുകൂട്ടിയേക്കാം. നമുക്ക് ഈ മനോഹരമായ ഗാനം കേൾക്കാം സെലിൻ്റെ ശബ്ദത്തിലൂടെ. മുട്ടുകുത്തും എനിക്കഭയം നിൻ തിരുഹൃദയം.
കണ്ണീരണിഞ്ഞ മിഴികളുമായി തമ്പുരാൻ്റെ മുമ്പിൽ എത്രയോ വട്ടം നമ്മൾ നിൽക്കുകയാണ്. ഓരോ ദിവസവും മാതാപിതാക്കളാണ് പലപ്പോഴും മക്കളെക്കുറിച്ചുള്ള ഓർമ്മകളിൽ, അവരുടെ ഭാവിയെക്കുറിച്ചുള്ള വ്യഥകളിൽ കണ്ണീരണിഞ്ഞ് തമ്പുരാൻ്റെ മുമ്പിൽ നിൽക്കുക. വാർദ്ധക്യത്തിലെത്തിയ മാതാപിതാക്കളെ പലപ്പോഴും പ്രാർത്ഥനയിൽ നമ്മൾ കാണുമ്പോൾ അവരുടെ കണ്ണിണകളിൽ ജലസ്പർശമുണ്ടാകും. എന്തിനാണവർ കരയുന്നത് എന്ന് നമ്മൾക്കറിയില്ല. മക്കളെക്കുറിച്ചുള്ള ഓർമ്മകളിൽ കണ്ണീരണിയാത്ത വൃദ്ധ മാതാപിതാക്കളില്ല. അവർക്ക് നന്മ വരണമേ എന്നവർ പ്രാർത്ഥിക്കുന്നുണ്ടാവും. അത്തരത്തിലുള്ള മനോഹരമായ ഒരു പ്രാർത്ഥന ദേവാലയത്തിന് മുമ്പിൽ കണ്ണീരിൻ്റെ തൈലവുമായി എൻ്റെ കൈകളിലേന്തി ഞാൻ നിൽക്കുകയാണ്. ആത്മാവിൻ്റെ താലത്തിൽ നിനക്കായി പുഷ്പങ്ങളും. ജീവിതത്തിൻ്റെ ഒട്ടനവധി മേച്ചിൽപ്പുറങ്ങൾ കടന്ന് അവിടെയൊന്നും സന്തോഷവും സമാധാനവും കണ്ടെത്താൻ വയ്യാതെ അവസാനം നിൻ്റെ ആലയപ്പടിയിൽ ഞാൻ എത്തി നിൽക്കുന്നു എന്നുള്ള തിരിച്ചറിവ് ഒരു സാധാരണ മനുഷ്യൻ്റെ ദൈവാനുഭവമാണ്. നമ്മളിന്ന് പല രീതിയിൽ ദൈവത്തെ അനുഭവിക്കുവാനും അറിയുവാനും ആത്മാർത്ഥമായി ശ്രമിക്കുകയാണ്. ജീവിതത്തിൻ്റെ ഒത്തിരിയേറെ അനുഭവങ്ങൾ നമുക്ക് അത്തരത്തിലുണ്ട്. ഇപ്പോൾ നാം കേൾക്കുവാൻ പോകുന്ന ഈ ഗാനം കണ്ണീരിൻ തൈലവും പേറി തമ്പുരാൻ്റെ മുമ്പിൽ, അൾത്താരയുടെ മുമ്പിൽ, ദേവാലയത്തിന് മുമ്പിൽ ചെന്ന് നിൽക്കുന്ന ഒരു സാധാരണക്കാരൻ്റെ മനസ്സ്. ഈ ഗാനം ശ്രദ്ധാപൂർവം കേൾക്കുന്ന ആരിലും ആത്മീയമായ അനുഭവത്തിൻ്റെ അരുവികൾ ഉറവയെടുക്കും എന്നതിൽ സംശയമില്ല. നമുക്ക് വേണ്ടി ഈ ഗാനം ആലപിക്കുന്നത് പ്രശസ്ത യുവഗായകൻ ജിനുവാണ്. നമുക്ക് ഈ ഗാനം ശ്രമിക്കാം.
ആശകൾ താളത്തില്ലേന്തേ ആലയ വാതുക്കൽ വരുന്നു കണ്ണീരിൻ തൈലവും ഞാൻ കൈയിലേന്തി നിൽക്കും നിൻ മുൻപിൽ പലപ്പോഴും ദേവാലയത്തിൽ പോയി തനിച്ചിരുന്ന് പ്രാർത്ഥിക്കുവാൻ നമ്മൾ ആഗ്രഹിക്കാറുണ്ട്. ദേവാലയത്തിൻ്റെ ഏതെങ്കിലും ഒരു കോണിൽ, ഏതെങ്കിലും ഒരു തൂണിൻ്റെ ചെരുവിൽ ആരും കാണാതെ സ്വസ്ഥമായി ഇരുന്ന് പ്രാർത്ഥിക്കുവാനാണ് നമ്മൾ ഇഷ്ടപ്പെടുക. എന്നാൽ പലപ്പോഴും മക്കളോടൊപ്പമായിരിക്കാം നമ്മൾ പോകുവാൻ നിർബന്ധിക്കപ്പെടുന്നത്, അല്ലെങ്കിൽ മാതാപിതാക്കളോടൊപ്പമായിരിക്കും. എപ്പോഴെങ്കിലും സമയം കിട്ടുമ്പോൾ തനിച്ച് ദേവാലയത്തിൽ പോയി തമ്പുരാൻ്റെ മുമ്പിലിരുന്ന് ധ്യാനപൂർവ്വം പ്രാർത്ഥിക്കുക. ജീവിതത്തിൽ ഈ നിമിഷം വരെ ദൈവം നൽകിയിട്ടുള്ള അനുഗ്രഹങ്ങളെക്കുറിച്ച് ഓർമ്മിക്കുക. നമ്മുടെ അർഹത കൊണ്ടോ അവകാശമായിട്ടോ നമുക്കൊന്നും പറയുവാൻ പറ്റാത്ത രീതിയിൽ നമ്മളിലേക്ക് അനുഗ്രഹങ്ങൾ വർഷിച്ചുകൊണ്ടിരിക്കുന്ന ദൈവത്തിൻ്റെ മുമ്പിലാണ് നമ്മൾ ഇരിക്കുന്നതെന്നുള്ള തിരിച്ചറിവ്, അത് അറിയാതെ നമ്മുടെ കണ്ണിണകൾ നനയ്ക്കും. എങ്കിൽ അത് തമ്പുരാൻ ആഗ്രഹിക്കുന്ന പ്രാർത്ഥനയാണ്. നമുക്ക് ഈശോയുടെ നാമത്തിൽ അവിടുത്തോട് പ്രാർത്ഥിക്കാം. ഈശോ തന്നെ പറഞ്ഞിട്ടുണ്ട്, എൻ്റെ നാമത്തിൽ നിങ്ങൾ എന്തെങ്കിലും ചോദിച്ചാൽ ഞാനത് പിതാവായ ദൈവത്തിൻ്റെ മഹത്വത്തിനു വേണ്ടി നിങ്ങൾക്ക് ചെയ്തു തരും എന്ന് പറഞ്ഞിട്ടുണ്ട്. ഈശോയുടെ വചനം ഈ ഒരു ഗാനങ്ങളുടെ അനുഗ്രഹവർഷമായി നമ്മുടെ ഹൃദയത്തിൽ നിറയട്ടെ. ദൈവാനുഗ്രഹമുണ്ടാകട്ടെ. കാവ്യാമൃതത്തിൻ്റെ ഈ എപ്പിസോഡ് ആസ്വദിച്ച നിങ്ങൾക്കെല്ലാവർക്കും ഹൃദ്യമായ നന്ദി. സത്യസൗന്ദര്യ സ്നേഹമാധുര്യം വഴിയുന്ന നിസ്തുല കാവ്യാമൃതം മുഖരാം നമുക്കിനി നമ്മളിൽ തെളിക്കട്ടെ.